നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ജനജീവിതത്തെ ബാധിച്ചില്ല. കടകൾ തുറന്നു, വാഹനങ്ങൾ സർവീസ് നടത്തി. ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6-നും 12-നും ഇടയിൽ അരമണിക്കൂർ. KSEB ഉന്നതതല യോഗത്തിൽ തീരുമാനം. കേരളത്തിൽ SSLC ഫലപ്രഖ്യാപനം മെയ് 15-ന്, +2 ഫലപ്രഖ്യാപനം മെയ് 22-നും. മാലിന്യ കൂമ്പാരമായി വരന്തരപ്പിള്ളി കുരിയാടി തോട്. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ഉത്തരവാദികളായവരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ജനജീവിതത്തെ ബാധിച്ചില്ല. ജില്ലയിൽ ജനജീവിതം സാധാരണ നിലയിലായിരുന്നു. ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ പതിവ് പോലെ സർവീസ് നടത്തി. KSRTC ബസ്സുകളും ടാക്സി വാഹനങ്ങളും നിരത്തിലിറങ്ങി. കടകമ്പോളങ്ങളും വിവിധ ഓഫീസുകളും തുറന്ന് പ്രവർത്തിച്ചു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരുന്നത്. ഹർത്താലിൻ്റെ തുടക്കത്തിൽ കടകൾ തുറക്കുന്നതിനും വാഹനങ്ങൾ നിരത്തിലിറക്കുന്നതിനും ചെറിയ ആശയക്കുഴപ്പമുണ്ടായെങ്കിലും 10 മണിയോടെ ജനജീവിതം സാധാരണ നിലയിലെത്തി. ചുരുക്കം ചിലയിടങ്ങളിൽ സമരാനുകൂലികൾ വാഹനങ്ങൾ തടയാനും തുറന്ന് പ്രവർത്തിച്ച കടകൾ അടപ്പിക്കാനും ശ്രമം നടത്തിയെങ്കിലും പോലീസ് ഇടപെട്ട് പ്രതിഷേധക്കാരെ നീക്കം ചെയ്തു. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. കൊല്ലം, കോഴിക്കോട് ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരത്ത് 36 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് നടപ്പിലാക്കാൻ തീരുമാനം. വൈകിട്ട് 6-നും രാത്രി 12-നും ഇടയിൽ അരമണിക്കൂർ വരെയാണ് ലോഡ് ഷെഡിംഗിന് തീരുമാനമായിരിക്കുന്നത്. KSEB ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. പീക്ക് അവറിൽ വാഹന ചാർജിംഗ് പാടില്ലെന്നും AC താപനില 24-നും 26-നും ഇടയ്ക്ക് ക്രമീകരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. വൈദ്യുതി ആവശ്യകതയിലുണ്ടായ അപ്രതീക്ഷിത വർധനയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് യോഗം വിലയിരുത്തി. സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകതയുടെ വളർച്ചാ നിരക്ക് പരിശോധിച്ചാൽ പ്രതിവർഷമുണ്ടാകുന്ന ശരാശരി വർധനയേക്കാൾ വളരെ കൂടുതലാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിങ്ങും AC-യുടെ ഉപയോഗവും പശ്ചിമേഷ്യൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ പാചകവാതക ക്ഷാമത്തെ തുടർന്ന് ജനങ്ങൾ ഇൻഡക്ഷൻ പാചകത്തെ അധികമായി ആശ്രയിച്ചതുമാണ് വൈദ്യുതി ആവശ്യകത കുത്തനെ കൂടാൻ കാരണമായതെന്നാണ് മനസ്സിലാകുന്നതെന്ന് ഉന്നതതല യോഗത്തിൽ വിലയിരുത്തലുണ്ടായി. കടുത്ത ചൂടിനെയും ഉഷ്ണതരംഗത്തെയും അതിജീവിക്കാൻ നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലും സംഭാര വിതരണവും ആരംഭിച്ചു. ബാങ്ക് പ്രസിഡന്റ് PR പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അമ്പിളി സജീവൻ, ഭരണസമിതി അംഗങ്ങളായ നിഷി ശശിധരൻ, ഡേവിസ് പൊഴോലി പറമ്പിൽ, S ഹരീഷ് കുമാർ, KK സുരേന്ദ്രൻ, KS രഘു, PV ബിജു, P നന്ദകുമാർ, ശ്രീഹരി കർത്ത, റിൻഷിത ഷിഫാജ്, സെക്രട്ടറി M ബ്രീസി ജോൺ എന്നിവർ പ്രസംഗിച്ചു. ഉഷ്ണതരംഗം അതിരൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരായി ചെറിയ ദാഹജലം കൊടുത്തുകൊണ്ട് സഹകരണ വകുപ്പിൻ്റെ നിർദ്ദേശപ്രകാരം നെല്ലായി പറപ്പൂക്കര സർവീസ് സഹകരണ ബാങ്കിൻ്റെ മുന്നിൽ ഇന്നു മുതൽ സംഭാര വിതരണം ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സംഭാരം നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്. സംസ്ഥാനത്തെ 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം മെയ് 15-ന് നടക്കും. +2 ഫലപ്രഖ്യാപനം മെയ് 22-നും +1 പരീക്ഷയുടെ ഫലപ്രഖ്യാപനം ജൂൺ 10-നും നടക്കും. മെയ് 4-ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം വരുന്നതിനാൽ പുതിയ സർക്കാരിൽ ചുമതലയേൽക്കുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാകും ഫലപ്രഖ്യാപനം നടത്തുക.
മെയ് ആദ്യവാരം തന്നെ പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിക്കണമെന്നായിരുന്നു തീരുമാനമെങ്കിലും ഗൾഫ് മേഖലയിലെ പ്രതിസന്ധികൾ വന്നതോടെ സമയക്രമത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ മെയ് 15, 22 തീയതികൾ തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് 4,17,497 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയിട്ടുള്ളത്. മൂല്യനിർണ്ണയ ക്യാമ്പുകൾ ഏപ്രിൽ 16 മുതൽ ആരംഭിച്ചിരുന്നു. 72 മൂല്യനിർണ്ണയ ക്യാമ്പുകളായിട്ടാണ് മൂല്യനിർണ്ണയം പൂർത്തിയാക്കിയത്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ കുരിയാടി പാലത്തിന് സമീപമുള്ള തോട് അറവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും തള്ളുന്ന കേന്ദ്രമായി മാറുന്നു. പ്രദേശം കടുത്ത ആരോഗ്യ ഭീഷണിയിലാണെന്നും ഇതിനെതിരെ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്നും ആരോപണവുമായി മനുഷ്യാവകാശ പ്രവർത്തകനായ സുരേഷ് ചെമ്മനാടൻ രംഗത്തെത്തി. പാലത്തിന് താഴെയും തോട്ടിലുമായി പ്ലാസ്റ്റിക് കുപ്പികൾ ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങളാണ് കുന്നുകൂടി കിടക്കുന്നത്. നിലവിൽ തോടിനുള്ളിലെ മൺതിട്ടകൾ നീക്കം ചെയ്യാത്ത അവസ്ഥയിലുമാണ്. മഴക്കാലം എത്തുന്നതോടെ തോടിലെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുമെന്നും ഇത് പരിസരത്തെ വീടുകളിൽ വെള്ളം കയറാൻ കാരണമാകുമെന്നും പ്രദേശവാസികൾ ആശങ്കപ്പെടുന്നു. മാലിന്യം തള്ളുന്നത് തടയാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും നിയമലംഘകർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് സുരേഷ് ചെമ്മനാടൻ വരന്തരപ്പള്ളി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകി. കനകമല സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാൾ ആഘോഷിച്ചു. വൈകിട്ട് നടന്ന ആഘോഷമായ പാട്ടുകുർബാന, നൊവേന എന്നിവയ്ക്ക് ഫാദർ അരുൺ ഭരണിക്കുളങ്ങര കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച ഭക്ഷണം, മാജിക് ഷോയും എന്നിവ ഉണ്ടായി. സഹവികാരി ഫാദർ ടോം പുള്ളോലിൽ, കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കറുകുറ്റി, ജോജു ചുള്ളി, ജനറൽ കൺവീനർ വർഗീസ് കള്ളിയത്ത് പറമ്പിൽ, PRO ഷോജൻ D വിധേയത്തിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് ബിജു കുയിലാടൻ എന്നിവർ നേതൃത്വം നൽകി. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിലെ വിശുദ്ധ തദേവൂസിന്റെ ഊട്ടുതിരുനാൾ ബുധനാഴ്ച ആഘോഷിക്കും. തിരുനാൾ ദിനത്തിൽ ഉച്ചകഴിഞ്ഞ് 4:30 ഫാദർ സിബു കള്ളാപ്പറമ്പലിന്റെ കാർമ്മികത്വത്തിൽ പാട്ടുകുർബാന, തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുനേർച്ച എന്നിവ ഉണ്ടാകും. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ ഗീവർഗീസിന്റെയും റപ്പായൽ മാലാഖയുടെയും സംയുക്ത തിരുനാൾ മെയ് 2, 3 തീയതികളിൽ ആഘോഷിക്കും. മെയ് 2 രാവിലെ 5:45 വിശുദ്ധ കുർബാന നടക്കും. 7 ലതീത്ത, നൊവേന, വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം സെന്റ് ജോർജ് കപ്പേളയിലേക്ക് പ്രദക്ഷിണം തുടങ്ങും. വികാരി ഫാദർ ഡേവിസ് ചെറേത്ത മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 4:30 പ്രസുതേന്തി സ്വീകരണം, സ്ഥാനവാഴ്ച, ദർശനസഭയിലേക്ക് പുതിയ അംഗങ്ങളെ സ്വീകരിക്കൽ എന്നിവ നടക്കും. തുടർന്ന് വൈകിട്ട് 5 ലതീത്ത്, നൊവേന, വിശുദ്ധ കുർബാന, രൂപം എഴുന്നള്ളിച്ചു വയ്ക്കൽ എന്നിവ ഉണ്ടാകും. ദർശനസഭ അതിരൂപത ഡയറക്ടറും ചെങ്ങാലൂർ ഇടവക വികാരിയുമായ ഫാദർ പോൾസൺ പാലത്തിങ്കൽ മുഖ്യ കാർമ്മികനാകും. മെയ് 3 തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30 വിശുദ്ധ കുർബാന നടക്കും. രാവിലെ 7 വിശുദ്ധ കുർബാനയ്ക്കും നേർച്ചകൂട്ട് ആശീർവാദത്തിനും ശേഷം രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ തിരുനാൾ ഊട്ടുഭക്ഷണം വിതരണം ചെയ്യും. രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ചിറ്റിശ്ശേരി ഇടവക വികാരി റവറന്റ് ഫാദർ ഷാജു ഊക്കൻ മുഖ്യ കാർമ്മികനാകും. തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൻ ജേസൺ കൂനംപ്ലാക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4:30 വിശുദ്ധ കുർബാന, തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം, സമാപന ആശീർവാദം എന്നിവ നടക്കും. ചിയാരം വിജയമാതാ പള്ളിയിലെ പരിശുദ്ധ വിജയമാതാവിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ മെയ് 9, 10, 11 തീയതികളിലായി ആഘോഷിക്കും. മെയ് 1 രാവിലെ 6 കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത വികാരി ജനറൽ ഫാദർ മോൺസിനോർ ജോസ് കോനിക്കര കൊടിയേറ്റം നിർവഹിക്കും. മെയ് 9 ശനിയാഴ്ച വൈകിട്ട് 4 തിരുനാൾ കൂട് തുറക്കലിന് ഉല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ വർഗീസ് കുത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാത്രി 10 ഇടവകയിലെ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പു പ്രദക്ഷിണം പള്ളിയിലെത്തിച്ചേരും. തിരുനാൾ ദിനമായ മെയ് 10 രാവിലെ 10 നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് ഫാദർ അമൽ ചാഴൂർ മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ റോബിൻ കുന്താണിയിൽ തിരുനാൾ സന്ദേശം നൽകും. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ പ്രിൻസ് പൂവത്തിങ്കൽ, ജനറൽ കൺവീനർ മെജോ ജോസ് കളപ്പുരയ്ക്കൽ, പബ്ലിസിറ്റി കൺവീനർ സിംസൺ പുല്ലുപറമ്പിൽ,
ട്രസ്റ്റിമാരായ യേശുദാസ് ആലപ്പാടൻ, ആൻജോ ചിറ്റിലപ്പിള്ളി, ഫിൽജോ ജോയ് നിലയാറ്റിങ്കൽ എന്നിവർ പങ്കെടുത്തു. വിജയമാത ഇടവകപ്പള്ളി അതിന്റെ 25ാമത്തെ സംയുക്ത തിരുനാള് 2026 മെയ് 9, 10, 11 ശനി, ഞായർ, തിങ്കൾ ദിവസങ്ങളിലായിട്ട് ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിലേക്ക് എല്ലാവരെയും ഒത്തുസ്നേഹത്തോടു കൂടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. മെയ് 1-ാം തീയതി രാവിലെ 6 മണിക്കാണ് തിരുനാൾ കൊടിക്കയറ്റം നിർവഹിക്കുക. അത് അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോന്നിക്കൽ നിർവഹിക്കുന്നതാണ്. തുടർന്നുള്ള 9 ദിവസങ്ങളിൽ വൈകുന്നേരം 6 മണിക്കും വൈകിട്ട് 6 മണിക്കും നവനാൾ ദിനങ്ങളായി ദിവ്യബലിയും വിജയഗീതവും ഉണ്ടായിരിക്കുന്നതാണ്. ശനിയാഴ്ച 9-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് കൂടുതുറക്കൽ ശുശ്രൂഷയും തുടർന്ന് വിവിധ യൂണിറ്റുകളിൽ നിന്നുള്ള അമ്പപ്രദക്ഷിണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. 10-ാം തീയതി രാവിലെ 6 മണിക്കും 8 മണിക്കും തുടർന്ന് 10 മണിക്ക് ആഘോഷമായ തിരുനാൾ ദിവ്യബലിയും ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് തിരുനാൾ പ്രദക്ഷിണവും ആരംഭിക്കുന്നതാണ്. ഈ എല്ലാ തിരുക്രമങ്ങളിലേക്കും എല്ലാവരെയും പൊതുസ്നേഹത്തോടു കൂടി ക്ഷണിച്ചുകൊണ്ട് പരിശുദ്ധ വിജയമാതാവിന്റെ മധ്യസ്ഥതയാൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ അച്ഛൻ പ്രിയപ്പെട്ട അച്ഛൻ ഞങ്ങളുടെ വിജയമാതാ പള്ളിയുടെ ഏറ്റവും നെടുന്നൂടാണ് ഞങ്ങൾ. അച്ഛൻ പറയുന്ന പോലെ അച്ഛൻ്റെ വ്യൂവിലാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുനാളിൻ്റെ ഭാഗമായിട്ട് ഈ കൊല്ലം ഞങ്ങൾ 1,50,000 രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആയിട്ട് ഞങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഈ പ്രാവശ്യം സിൽവർ ജൂബിലിയുടെ അനുബന്ധിച്ച് ഒരു ഐ ഹോസ്പിറ്റലിൻ്റെ ഐ ക്യാമ്പ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജൂബിലി കൂടിയാണ്, 25ാം സിൽവർ ജൂബിലി കൂടിയാണ്. ആ ഒരു പ്രത്യേകത കൂടി ഈ പെരുന്നാളിനുണ്ട്. അതുപോലെ നമ്മൾ ജൂബിലി വർഷം ആഘോഷിക്കുന്നുമുണ്ട് ഈ പ്രാവശ്യം. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ ഭക്തിസാന്ദ്രമായിട്ട് കൊണ്ടാടാൻ ചിയാറ വിജയമാത ഇടവക ജനങ്ങളെല്ലാവരും തയ്യാറായിരിക്കുകയാണ്. അതിനെല്ലാവരെയും നിങ്ങളെല്ലാവരെയും സ്വാഗതം ക്ഷണിച്ചോളൂ. കൊടകര അഴകം ഹൃദയ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി നിർവഹിച്ചു. ഹൃദയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് TG അജോ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം ആശ രാമദാസ് മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം നടത്തി. ഹൃദയ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി T മോഹനൻ, ട്രഷറർ NF വർഗീസ്, വൈസ് പ്രസിഡന്റ് സെറി ജെയ്സൺ, കമ്മിറ്റി അംഗം സാംസൺ അഴകം എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പ് വിതരണം ചെയ്യുന്നത് നമ്മുടെ വാർഡിലെ മെമ്പർ ആശ രാമദാസ്. അതുപോലെ തന്നെ അടുത്തതായി മെമ്പർഷിപ്പ് വിതരണ ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിയിരിക്കുന്ന നമ്മുടെ വാർഡ് മെമ്പർ ആശ രാമദാസിനെ ക്ഷണിച്ചു. നയന മനോഹരങ്ങളായ കാഴ്ചകൾ അഥവാ കണ്ണിനും കാതിനും ഇമ്പമേകുന്ന കലാവിരുന്നുകൾ അത് പ്രതീക്ഷിച്ചാണ് നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ സംസാരിച്ച എല്ലാവരും തന്നെ സംസാരം അല്ലെങ്കിൽ പ്രസംഗമൊക്കെ ചുരുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം തന്നെ ഞാൻ ചുരുക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഏറെ സന്തോഷമുണ്ട്. ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായാണ് ഒരു പുതിയ റെസിഡൻസ് അസോസിയേഷൻ ഉദ്ഘാടന ചടങ്ങിന് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എത്താൻ സാധിച്ചത്. ആദ്യം തന്നെ ഇതിന് ഞങ്ങളെ ക്ഷണിച്ച ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ ആത്മാർത്ഥമായ നന്ദിയും അഭിനന്ദനങ്ങളും. ആളൂർ SNDP സമാജം എടത്താടൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തോടനുബന്ധിച്ച് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടത്തി. ആലപ്പുഴ കുരമ്പേമഠം മുരളീധരനാണ് യജ്ഞാചാര്യൻ. 6-ാം ദിവസമായ ബുധനാഴ്ച രാവിലെ 6-ന് ഗണപതി ഹോമം, 7-ന് പാരായണം, 9-ന് മഹാസുദർശന ഹോമം, വൈകിട്ട് 5-ന് ലളിത സഹസ്രനാമജപം, 6:30-ന് ദീപാരാധന എന്നിവ ഉണ്ടാകും.
30 രാവിലെ 11 അവഭ്യസ്ത്യ സ്നാനം, പൂമൂടൽ, മംഗളാരതി സമർപ്പണം എന്നിവയോടെ യജ്ഞം സമാപിക്കും. മണ്ണമ്പേട്ട ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവം ബുധനാഴ്ച വിവിധ പരിപാടികളോടെ ആഘോഷിക്കും. രാവിലെ 6 പള്ളിയുണർത്തലിന് ശേഷം തിരുമുൽ കാഴ്ച സമർപ്പണം നടക്കും. 6:30 ഉഷപൂജയും രാവിലെ 7 എതിർത്ത് പൂജ, തുടർന്ന് രാവിലെ 8:30 ശീവേലി, രാവിലെ 11 ഭഗവാനെയും ഭഗവതിയെയും ആൽത്തറയിൽ എഴുന്നള്ളിക്കും. തുടർന്ന് ആൽത്തറ നിവേദ്യത്തിന് ശേഷം 11:30 ഉച്ചപൂജ നടക്കും. വൈകിട്ട് 5:30 നടത്തുറപ്പ്, 6 ശീവേലി, 6:30 ദീപാരാധന, രാത്രി 7 മുളപൂജ എന്നിവ ഉണ്ടാകും. 7:30 അത്താഴ പൂജയും ശ്രീഭൂത ബലിയും കഴിഞ്ഞ് 8 ഹരിവരാസനം പാടി നടയടയ്ക്കും. ഇനി കാണാം ഇൻഫോടോക്ക്. വൻകുടലിൽ വളരുന്ന അർബുദമാണ് കോളൻ ക്യാൻസർ. വൻകുടലിൽ മലദ്വാരത്തോട് ചേർന്ന ഭാഗത്താണ് കോളൻ ക്യാൻസർ കൂടുതലായി കണ്ടുവരുന്നത്. റിപ്പോർട്ട് കാണാം. മലം രക്തം കലർന്നു പോകുന്നത്, മലം കറുത്ത കളറിൽ പോകുന്നത്, മലദ്വാരത്തിൽ നിന്ന് രക്തമൊഴുക്കുക തുടങ്ങിയവ കോളൻ ക്യാൻസറിന്റെ ലക്ഷണങ്ങളാകാം. വയറുവേദന, ഗ്യാസ്, വയറിളക്കം തുടങ്ങിയവയാണ് വൻകുടൽ ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങൾ. മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങൾ, മലബന്ധം, ഇടയ്ക്കിടെ വയറൊഴിയണമെന്ന തോന്നൽ തുടങ്ങിയവ കോളൻ ക്യാൻസറിന്റെ സൂചനയാവാം. രക്തക്കുറവ് മൂലമുള്ള ക്ഷീണം, വിശപ്പില്ലായ്മ തുടങ്ങിയവയും വൻകുടൽ ക്യാൻസറിന്റെ രോഗലക്ഷണങ്ങളാണ്. മറ്റ് ലക്ഷണങ്ങൾക്കൊപ്പം അകാരണമായി ശരീരഭാരം കുറയുന്നതും വൻകുടൽ ക്യാൻസറിന്റെ ലക്ഷണമാണ്. ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കേരള സ്റ്റേറ്റ് റിട്രോണിക്സിന്റെ തിരുവനന്തപുരം ആറ്റിങ്ങൽ അംഗീകൃത പഠന കേന്ദ്രങ്ങളിലേക്ക് 1 വർഷം 6 മാസം 3 മാസം ദൈർഘ്യമുള്ള ലോജിസ്റ്റിക്സിന്റെ വിവിധ കോഴ്സുകളിലേക്ക് SSLC, +2 ഡിഗ്രി പാസ്സായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ഇന്റേൺഷിപ്പോടുകൂടി റെഗുലർ, പാർട്ട് ടൈം എന്നീ ബാച്ചുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഫോൺ 7994926081. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,925 രൂപയും പവന് 1,11,400 രൂപയും രേഖപ്പെടുത്തി. കോടാലി കൊരയിച്ചാൽ പരേതനായ കാരക്കുളത്ത് കളരിക്കൽ ദാമോദരക്കുറുപ്പ് ഭാര്യ പത്മാക്ഷി അന്തരിച്ചു. 87 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുധാകരൻ, നന്ദിനി, ശശിധരൻ, ഗിരിജ, സതീശൻ എന്നിവർ മക്കളും, രമ, മണി, വിജയലക്ഷ്മി, പരേതനായ കേശവൻ എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ കരിമുത്തിൽ കൃഷ്ണൻകുട്ടി അന്തരിച്ചു. 75 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുശീലയാണ് ഭാര്യ. പ്രജേഷ്, പരേതരായ മണികണ്ഠൻ, പ്രവീൺ എന്നിവർ മക്കളും, നീതു, സബിത എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ദളിത് സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ ജനജീവിതത്തെ ബാധിച്ചില്ല. കടകൾ തുറന്നു, വാഹനങ്ങൾ സർവീസ് നടത്തി. ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതാ നിർദ്ദേശവുമായി അധികൃതർ. സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ്. വൈകിട്ട് 6-നും 12-നും ഇടയിൽ അരമണിക്കൂർ. KSEB ഉന്നതതല യോഗത്തിൽ തീരുമാനം. കേരളത്തിൽ SSLC ഫലപ്രഖ്യാപനം മെയ് 15-ന്, +2 ഫലപ്രഖ്യാപനം മെയ് 22-നും. മാലിന്യ കൂമ്പാരമായി വരന്തരപ്പിള്ളി കുരിയാടി തോട്. നടപടി ആവശ്യപ്പെട്ട് നാട്ടുകാർ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.